നമസ്കാരം, ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ എന്ന വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ശ്രീ അമിത്ഷായുടെ തിരുവനന്തപുരം സന്ദർശനം. 10 മാസത്തിനപ്പുറം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചർച്ചകൾ കൊണ്ടും മുന്നൊരുക്കങ്ങൾ കൊണ്ടും കേരള രാഷ്ട്രീയത്തെ തന്നെ ചൂടുപിടിപ്പിക്കാൻ ശ്രീ അമിത്ഷായുടെ സന്ദർശനം വഴിയൊരുക്കി എന്നുള്ളതാണ് സത്യം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തായിരിക്കുമെന്ന ഉൾഭയം LDF UDF മുന്നണികൾക്ക് വളരെ വലിയ ആഘാതമാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം 23% വോട്ട് വിഹിതം നേടുമെന്ന അഭിപ്രായ സർവേ ഫലവും പുറത്തു വന്നിരിക്കുന്നു. ഇരു മുന്നണികളും ഈ സർവേ ഫലത്തോടുകൂടി ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഇവിടെ മുസ്ലിം ലീഗ് 35 സീറ്റ് ആവശ്യപ്പെടാനും ഏറ്റവും കുറഞ്ഞത് 30 സീറ്റിലെങ്കിലും വിജയിച്ചിട്ട് UDFലെ ഒറ്റക്കക്ഷിയാവാനും അതുവഴി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശം ഉന്നയിക്കാനുമുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള കരുനീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കസേര തന്നെ ലക്ഷ്യമിട്ട് കടുത്ത പോരാട്ടത്തിലാണ് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ VD സതീശനും. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം നേടിക്കൊടുക്കുവാൻ ശരിദൂര തിട്ടൂരവുമായി പെരുന്നയിൽ നിന്ന് ശ്രീ സുകുമാരൻ നായർ അദ്ദേഹവും രംഗത്തുണ്ട്. ഡൽഹി നായരായ ശ്രീ ശശി തരൂരിനെ മെരുക്കാനും വായടപ്പിക്കാനും ശ്രീ സുകുമാരൻ നായരെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ശ്രീ രമേശ്. അടിയുറച്ച കോൺഗ്രസുകാരനും സമുദായ താൽപര്യങ്ങളെ സ്വന്തം താൽപര്യത്തിനു വേണ്ടി ബലികഴിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ശ്രീ സുകുമാരൻ നായർ മുന്നോക്ക സമുദായ സംവരണം നേടിത്തന്ന BJPയെ പടിയടച്ച് പിണ്ടം വച്ചിരിക്കുകയാണ്. ഇവിടെ കേരള രാഷ്ട്രീയം ആകെ ചൂടുപിടിച്ചിരിക്കുമ്പോൾ ദേശസ്നേഹിക്ക് ചോദിക്കാനുള്ളത്, UDFന് ഭൂരിപക്ഷം കിട്ടി ഭരണത്തിൽ വരുമോ? മുസ്ലിം ലീഗിന് UDFലെ ഒന്നാം കക്ഷിയാകാനും കേരളത്തിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറവാകാനും സാധിക്കുമോ? രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പെരുന്നയിൽ നിന്ന് ഡൽഹി നായർ ശശി തരൂരിനെ വായടപ്പിക്കുവാനും വിമത നീക്കം തടയുവാനും സാധിക്കുമോ? ഇതിനെല്ലാം